പാമ്പാടുംപാറ പത്തിനിപ്പാറയിൽ നിന്നും യുവതിയെയും കുഞ്ഞിനെയും കാണാതായിട്ട് 3 ദിവസം പിന്നിടുമ്പോഴും പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത്. പത്തിനിപ്പാറ നിരപ്പിൽ നീതു, 3 വയസ്സുള്ള മകൾ ശിവാനി എന്നിവരെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെ കാണാതായത്. നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വരെ ഇവർ എത്തിയിരുന്നതായും പിന്നീട് വിവരങ്ങളൊന്നും ലഭിച്ചില്ലെന്നുമാണ് പോലീസ് പറയുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Mary Martha College, Periyakulam, where education meets opportunity. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മകളായ ശിവാനിയെ അങ്കണവാടിയിൽ ചേർക്കുന്നതിന് മുന്നോടിയായി പുസ്തകവും ചെരുപ്പും മറ്റും വാങ്ങാനായി പോകുന്നുവെന്നാണ് നീതു വീട്ടിൽ പറഞ്ഞത്. നെടുങ്കണ്ടം ബസ് സ്റ്റാൻഡ് പരിസരത്തെത്തിയ ശേഷം നീതു മാതാവിനെ വിളിച്ചിരുന്നു. അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു. രാത്രിയായതിനു ശേഷം മടങ്ങിയെത്താത്തതിനാൽ ബന്ധുക്കൾ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാനായില്ല. സഹോദരിയുടെ പരാതിയിൽ ഇന്നലെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. എന്നാൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്താ സംഭവിച്ചെന്ന് പറയാമോ? സംഭവിച്ചെന്നാന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. അവൾ രാവിലെ 2 മണിയായപ്പോൾ, ഞായറാഴ്ച 2 മണിയായപ്പോൾ അവൾ കൊച്ചിന് സ്കൂളിൽ പോകണം, ബാഗൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയതാണ്. കൊച്ചിന് തലമുടി വെട്ടണം, ചെരുപ്പ് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. വൈകിട്ട് 6 മണി വരെ ഞങ്ങൾ നോക്കി നിന്നിട്ട് കണ്ടില്ല. കാണാതെ വന്നപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പോലും പറഞ്ഞത്. അവരന്വേഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇന്നലെ പോയി കേസ് എഴുതി കൊടുത്തിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന നടപടിയൊന്നും കിട്ടിയില്ല. ആവശ്യമായിട്ടുള്ള പരിഗണന നൽകുന്നില്ല കേസിന്. അവരിതുവരെ ഒന്നും കാണിച്ചിട്ടില്ല. വിളിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളോട് ചോദിക്കുന്നത് എന്തെങ്കിലും തുമ്പ് കിട്ടിയെന്ന് അവർ ചോദിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയായ ശരവണനുമായി പിണങ്ങി 1.5 വർഷമായി നീതു കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. സഹോദരിക്കും കുഞ്ഞിനും എന്ത് സംഭവിച്ചുവെന്ന് അടിയന്തര അന്വേഷണം നടത്തി കണ്ടുപിടിക്കണമെന്നാണ് സഹോദരി നീനുവും ആവശ്യപ്പെടുന്നത്. എന്റെ പേര് നീനു. നീനുവിന്റെ ചേച്ചിയാണ്? എന്റെ ചേച്ചിയാണ്. അത് എന്താ സംഭവിച്ചതെന്ന് പറയുമോ? സംഭവിച്ചത് എന്നാന്ന് ഞങ്ങൾക്ക് ആർക്കും ഒന്നും അറിയത്തില്ല. ഞായറാഴ്ച ഒരു ഉച്ചയായപ്പോൾ ഇവിടുന്ന് പോയതാ. കുഞ്ഞിന് സാധനം മേടിക്കാനാണെന്നും പറഞ്ഞ് നെടുങ്കണ്ടത്തിനാണ് പോയത്. നെടുങ്കണ്ടത്തിൽ ഇന്ന് അമ്മേനെ വിളിക്കുകയും ചെയ്തു. നെടുങ്കണ്ടത്തു നിന്ന് സാധനം മേടിച്ച് ഉടനെ വരാമെന്നും പറഞ്ഞ് വിളിക്കുകയും ചെയ്തു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വിളിച്ചിട്ട് പിന്നെ ഫോൺ ഇതുവരെ സ്വിച്ച് ഓൺ ആയിട്ടില്ല. സ്വിച്ച് ഓഫ് ആയിരിക്കുക. പിന്നെ ഞങ്ങൾ ഒന്നും അറിയത്തില്ല. ഞങ്ങൾ അറിയാവുന്നിടത്തെല്ലാം വിളിക്കുക അന്വേഷിക്കുകയൊക്കെ ചെയ്തെങ്കിലും ചെന്നിട്ടുമില്ല. ഫോണും ഓൺ ആയിട്ടില്ല. ഭർത്താവുമായിട്ട് പിണങ്ങി 1.5 വർഷമായിട്ട് ഇവിടെയാണ്. പുള്ളി അന്വേഷിക്കുന്നൊന്നുമില്ലായിരുന്നു. ഇവള് കൂലിപ്പണി ചെയ്താൽ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നതല്ല. അവൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതും. ഇവിടുന്ന് വഴക്കൊന്നും ഉണ്ടാക്കിയല്ല പോയത്, സന്തോഷത്തോടെ ഇറങ്ങിപ്പോയെ. പക്ഷേ നെടുങ്കണ്ടം ചെന്ന് കഴിഞ്ഞിട്ട് ഇതുവരെ ഫോണും ഓണായിട്ടില്ല, ആൾ വിളിച്ചിട്ടുമില്ല. കുഞ്ഞ് 3 വയസ്സായതേ ഉള്ളൂ. അംഗൻവാടി വിടാനായിട്ട് കുഞ്ഞിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോയതാണ്. പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഭർത്താവിനെ അന്ന് രാവിലെ വിളിച്ചായിരുന്നു. കുഞ്ഞിനെ അംഗൻവാടി വിടുവാണ്, കുഞ്ഞിന് സാധനം മേടിക്കാൻ പൈസ തരണമെന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. അന്നേരം പുള്ളി പറഞ്ഞു പുള്ളിയുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, വൈകുന്നേരം നോക്കാം എന്ന് പറഞ്ഞു. പക്ഷേ വൈകിട്ട് ആയിക്കഴിഞ്ഞപ്പം ഇവളങ്ങ് 2 മണിയായപ്പോഴത്തേക്ക് അങ്ങ് പോവുകയും ചെയ്തു. നെടുങ്കണ്ടം ചെന്ന് കഴിഞ്ഞിട്ട് അമ്മേനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. വരുക പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് വിളിച്ചിട്ടുള്ളൂ. പിന്നെ ഇതുവരെയും വിളിച്ചിട്ടുമില്ല, ഒന്നുമില്ല. അന്നേരം പോലീസുകാർ പറയുന്നത് നെടുങ്കണ്ടത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയത്. പിന്നെ ഞങ്ങളോടാണ് വിളിച്ച് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വല്ല അറിവായോ, വിളിക്കുകയോ വല്ലതും ചെയ്തോ, ഫോൺ ഓണായെന്ന് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരോട് ഞങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്തെങ്കിലും ഇത് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞോളാം എന്ന് അവർ ഞങ്ങളോട് പറയുന്നത്. ഇല്ല. പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കണമെന്ന് പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ഞായറാഴ്ച 14-ാം തീയതി ഉച്ചയ്ക്ക് ഈ കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാനോ അംഗൻവാടി വിടാൻ സാധനം മേടിക്കാൻ പോകുമെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയതാണ്. പക്ഷേ അവിടുന്ന് ബൈക്കിൽ പോയി നെടുങ്കണ്ടം വരെ ചെന്നത് നമുക്കറിയാം. നെടുങ്കണ്ടം ചെന്ന് കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആയി. ആ കൊച്ചിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. നമ്മൾ എല്ലാ സ്റ്റേഷനിൽ കേസ് കൊടുത്തു, നമ്മൾ അന്വേഷിച്ചു എല്ലാ സ്ഥലവും. പക്ഷേ നമുക്ക് ഏറ്റവും ഒരു വിഷമമുള്ളത് 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടാണ് പോയിരിക്കുന്നത്. ഒരു പെൺകുഞ്ഞാണ്. അന്നേരം അവർ എന്നാലും സേഫ് ആണോ അതോ എന്താണ് എങ്ങനെയാണ് ഒന്നും അറിയില്ല. പെൺകൊച്ച് കൂലിപ്പണിക്കാരാണ്, നിർധനരാണ്. അതിൻ്റെ ഭർത്താവാണെങ്കിൽ അതിനെ നോക്കുന്നില്ല. പുള്ളി തമിഴ്നാട്ടിലാണ്. ഇവർ അമ്മയും മക്കളും 3 പേര് കൂലിപ്പണി എടുത്ത് അവർ ജീവിക്കുന്നു. നിർധനരായ ഈ കുടുംബത്തിൽ നിന്ന് ആ പെങ്കൊച്ച് എങ്ങനെ മിസ്സായി? നമ്മുടെ ഒരു വളർന്നു വരുന്ന കുഞ്ഞ് അമ്മയുടെ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ കുഞ്ഞിൻ്റെ സേഫ്റ്റി ഈ നാടിനും നമുക്കെല്ലാം അത്യാവശ്യമായതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം പോലീസ് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ പ്രദേശത്ത് നമ്മൾ എല്ലാ ആളുകളും അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കിട്ടുന്നവർ ആരെങ്കിലും ഇവരെ ഒന്ന് കാണുവാണെങ്കിൽ ഒന്ന് അറിയിച്ചാൽ ഏറ്റവും ഉപകാരമായിരിക്കും. ആ കുഞ്ഞിനോട്, വളർന്നു വരുന്ന കുഞ്ഞിനോട് നമ്മൾ ചെയ്യുന്ന ഒരു നീതിയായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്.
പറഞ്ഞിരിക്കുന്നത്. പോലീസ് കാര്യക്ഷമമായിട്ട് അന്വേഷിക്കുന്നില്ലെന്നാണ് പറയുന്നത്. പോലീസ് നമ്മൾ സ്റ്റേഷനിൽ ചെന്നു, അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ അന്വേഷിക്കാം എന്ന് പറയുന്നു. വേണമെങ്കിൽ നമുക്ക് നെടുങ്കണ്ടത്തെ CCTVകൾ പരിശോധിച്ചാൽ ഇവർ എതിലേ പോയി എന്ന് പോലീസിന് കണ്ടുപിടിക്കാവുന്നതാണ്. ചേച്ചിയുടെ പേരും ഡെസിഗ്നേഷനും? എൻ്റെ പേര് ഞാൻ ആരിഫ അയ്യൂബ്, പാമ്പാടുംപാറ പഞ്ചായത്തിൽ 1-ാം വാർഡിലാണ്. എൻ്റെ വാർഡാണ്, എന്നെ പ്രതിനിധിക്കുന്ന എൻ്റെ വാർഡും എൻ്റെ വാർഡിലെ ജനങ്ങളുമാണ്. അവരുടെ സേഫ്റ്റി എനിക്ക് എപ്പോഴും ആവശ്യമാണ്. ഒരു പൊടി കുഞ്ഞാണ്, എനിക്ക് ആ കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് ഇപ്പം ഏറ്റവും വിഷമാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സംവിധാനം. അതുകൊണ്ട് എങ്ങനെയായാലും ആ പൊടി കുഞ്ഞിനെ അമ്മയെ ഒന്ന് തിരിച്ചു കിട്ടാനുള്ള സംവിധാനം എല്ലാ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ആണെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ ആണെങ്കിലും എല്ലായിടത്തും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നേരം നമ്മുടെ MLA ഇടപെട്ടിട്ടുണ്ട്. പുള്ളി അന്വേഷിക്കുന്നുണ്ട്. രാവിലെ വിളിച്ചെന്നോട് അന്വേഷിച്ചായിരുന്നു. അന്നേരം നമ്മൾ എല്ലായിടത്തു നിന്നും എത്രയും പെട്ടെന്ന് അമ്മയും കുഞ്ഞിനെയും കണ്ടുകിട്ടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതേസമയം പോലീസ് അന്വേഷണം ആരംഭിച്ചതായും സൈബർ സെല്ലിന് ഫോൺ രേഖകളടക്കം കൈമാറിയതായും നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Unlock your future with quality education. Spot admission 2026 is now open at Mary Martha College, Periyakulam, Thini, a premier institution run by the CMI Fathers, offering UG, PG, and PG diploma programs. Visit our Spot admission camp at Deepika Book House, Katapana on June 10th and 22nd. For admissions, call 999-4758-711. Mary Martha College, Periyakulam, where education meets opportunity.